മാധ്യമലോകത്തെ ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒന്നാണ്. അതിൽ വനംവകുപ്പിൻ്റെയും എൻ്റെയും അനുശോചനം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും ലോകത്തെയും മാതൃഭൂമി കുടുംബാംഗങ്ങളെയും അറിയിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഉണ്ടായ സംഭവത്തെക്കുറിച്ചൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞതാണ്. അദ്ദേഹം പടമെടുക്കാൻ വേണ്ടി പോയതാണെന്നാണ് കേട്ടത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫോട്ടോഗ്രാഫർമാർ എപ്പോഴും സാഹസികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. അത്തരം സാഹസികത ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നമാണിത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് മാധ്യമപ്രവർത്തകന്മാർക്ക് ഇത്തരം പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് സംബന്ധിച്ച് നമുക്കെന്തെങ്കിലും ഒരു ധാരണയിലെത്താൻ കഴിയുമെന്നൊന്ന് ആലോചിക്കണം. കാരണം അവർക്ക് അവരുടെ പ്രവർത്തനം മനോഹരമായി ചെയ്തു തീർക്കണമെങ്കിൽ കുറച്ച് ഫ്രീഡമൊക്കെ വേണം. പക്ഷെ അങ്ങനെ ഫ്രീഡമൊക്കെ വേണമെന്ന് പറയുമ്പോഴും അപകടമില്ലാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങളും ശ്രദ്ധിക്കണം. പക്ഷേ ഈ ഘട്ടത്തിൽ അത് ചർച്ച ചെയ്യുന്നത് ഉചിതമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. നമുക്ക് ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല. ഒരു പത്രപ്രവർത്തകനും നഷ്ടപ്പെടാനിടയാകും. ആ രൂപത്തിലുള്ളൊരു ആലോചനക്ക് ഈ സംഭവം വഴി തുറക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിനോട് അല്ല, അത് അദ്ദേഹം പരപ്പനങ്ങാടിയാണ് അദ്ദേഹത്തിൻ്റെ വീടെന്ന് കേൾക്കുന്നത്. അപ്പോൾ അതെപ്പോഴാണ് വരിക, എന്താ വരിക എന്ന് അറിഞ്ഞിട്ട് അല്ല, അതിപ്പോൾ ഈ ആനയുടെ ആക്രമണം എന്നല്ല. എനിക്കറിയുന്നൊരു പത്രപ്രവർത്തകൻ, അല്ലാതെ മറ്റു തരത്തിലൊരു ആക്രമണം സംഭവിച്ചുകൊണ്ട് അങ്ങനെ വനവുമായി സംഭവിച്ചൊരു പ്രശ്നമല്ല. എനിക്ക് മുകേഷിനെ എനിക്കറിയുന്ന ആളാണ്. അദ്ദേഹം ഉദാഹരണമായി മരണപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ കാണാൻ പോകണോ വേണ്ടോ എന്നുള്ളത് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം തീരുമാനിക്കാൻ. കാര്യം ഇവിടെ അടുത്താണല്ലോ, പോകുന്നതായിരിക്കും ഉചിതം. വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ് പാലക്കാട് ക്യാമറമാൻ എ.വി. മുകേഷിൻ്റെ വിയോഗത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. മാധ്യമപ്രവർത്തകർക്ക് ജോലിയുടെ ഭാഗമായി എടുക്കേണ്ടി വരുന്ന റിസ്കുകളിൽ അതിന് കുറച്ചുകൂടി സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ എന്താണ് എന്ന് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു പോകുന്നത്.